നിർമ്മാതാക്കളുടെ സംഘടനയിലേക്ക് മത്സരിക്കുന്ന സാന്ദ്ര തോമസിനെതിരെ വിമർശനവുമായി സംവിധായകൻ വിജയ് ബാബു. സാന്ദ്രയ്ക്ക് ഫ്രൈഡേ ഫിലിം ഹൌസിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ ആകില്ലെന്ന വിമർശനം. സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നത് കമ്പനിക്കാണ്, വ്യക്തിക്കല്ല. കമ്പനിയുമായുള്ള സാന്ദ്രയുടെ ബന്ധം കോടതി മുഖേന വേർപ്പെടുത്തിയെന്നും വിമർശനം. സൈഫുന്നിസ അലിയാരുണ്ട് വിശദാംശങ്ങളുമായി. സൈഫുന്നിസ, എന്നാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണാധികാരി നിരത്തിയ അതേ കാര്യങ്ങൾ തന്നെ വിമർശന ബുദ്ധിയോടുകൂടി ഇപ്പോൾ വിജയ് ബാബു കൂടി ഉന്നയിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ മറ്റു വിശദാംശങ്ങൾ? വിജയ് ബാബു സാന്ദ്ര തോമസിന്റെ മുൻ നിർമ്മാണ പങ്കാളിയാണ്. ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ഈ സാന്ദ്ര തോമസും ഒപ്പം തന്നെ വിജയ് ബാബുവും ഒരുമിച്ച് നടത്തി വന്നിരുന്നതാണ്. പക്ഷേ 2016 സാന്ദ്ര തോമസ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഒപ്പം തന്നെ ഉടമസ്ഥതയും എല്ലാം തന്നെ വിജയ് ബാബുവിന് എഴുതി നൽകി പിന്മാറിയതുമാണ്. ഇതിന് പിന്നാലെയാണ് സാന്ദ്ര ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സെൻസസ് സർട്ടിഫിക്കറ്റിനൊപ്പം ഈ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ 3 സിനിമകളുടെ സെൻസസ് സർട്ടിഫിക്കറ്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നൽകിയത്. ഇത് അനുവദിക്കാനാകില്ലെന്ന് പറഞ്ഞാണ് ഭരണാധികാരി ഈ സെൻസസ് സർട്ടിഫിക്കറ്റ് തള്ളിയത്. ഇപ്പോൾ ഇക്കാര്യങ്ങൾ തന്നെയാണ് വിജയ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് സാന്ദ്ര തോമസിന് ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനാകില്ല. സാന്ദ്രയ്ക്ക് മത്സരിക്കാൻ യോഗ്യതയുള്ള സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. സാന്ദ്രയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സിനിമയുടെ കമ്പനിയുടെ പേരിലുള്ള സെൻസസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമകളുടെ പേരിൽ, അതായത് ആ 2 സെൻസസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് സാന്ദ്രയ്ക്ക് മത്സരിക്കാം. അതിൽ ആരും തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ സെൻസസ് സർട്ടിഫിക്കറ്റ്, ഫ്രൈഡേ ഫിലിം ഹൗസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച സാന്ദ്രയ്ക്ക് അതിന്റെ പേരിൽ മത്സരിക്കാനാകില്ല എന്നാണ് ഇപ്പോൾ വിജയ് ബാബു പറയുന്നത്. തന്റെ അറിവ് വെച്ച് ഒരാൾക്ക് സെൻസസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു വ്യക്തിക്കല്ല, ഒരു കമ്പനിയുടെ പേരിലാണ്. ആ രീതിയിൽ സെൻസസ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഫ്രൈഡേ ഫിലിം ഹൗസിനോ അതല്ലെങ്കിൽ സാന്ദ്ര ഫിലിം പ്രൊഡക്ഷൻസിനോ ആണ്, സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിനോ ആണ്. അതുകൊണ്ട് തന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിൽ സാന്ദ്രയ്ക്ക് ഇപ്പോൾ ഒരു പങ്കുമില്ലാത്തത് കൊണ്ട് തന്നെ സാന്ദ്രയ്ക്ക് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് കാണിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല എന്നാണ് വിജയ് ബാബു പറഞ്ഞിരിക്കുന്ന പോസ്റ്റിന്റെ ഒരു ആകെ ചുരുക്കം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് സാന്ദ്ര ഈ 2 സർട്ടിഫിക്കറ്റ്, അതായത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന പുതിയ കമ്പനി രൂപീകരിച്ച ശേഷം 2 സിനിമകൾ സാന്ദ്ര നിർമ്മിച്ചിട്ടുണ്ട്. ആ 2 സെൻസസ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചാണ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ആ മത്സരിക്കുന്നതിൽ താൻ ഒരു രീതിയിലും തടസ്സം നിൽക്കുന്നില്ല. ആ മത്സരത്തിൽ എല്ലാവിധ ആശംസകളും സാന്ദ്രയ്ക്ക് നൽകുകയുമാണ്. നിലവിൽ ഈ കാര്യങ്ങളെല്ലാം കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ മറിച്ചൊരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നതെങ്കിൽ അത് തങ്ങൾക്ക് എല്ലാവർക്കും അതൊരു പുതിയ അറിവായിരിക്കും എന്നാണ് വിജയ് ബാബു പറയുന്നത്. എന്തായാലും തീർച്ചയായും പൂർണ്ണമായും ഈ സാന്ദ്ര തോമസിനെ തള്ളിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വിജയ് ബാബു ഇട്ടിരിക്കുന്നത്. ശരി സൈഫുന്നിസ.